ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നു. സത്യത്തിൽ ഈ വിശുദ്ധ ദിനം നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശയുടെ ദിനമാണ്. ക്രിസ്തു സത്യമായി പീഡനങ്ങൾ സഹിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തുവെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരായ നമ്മളെല്ലാവരും അവിടത്തോടൊപ്പം ജീവിത സഹനങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നിത്യതയിൽ നമുക്കൊരിടമുണ്ടെന്നും ദൈവപിതാവിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ നാം യോഗ്യരായി തീരുമെന്നും ക്രിസ്തു ഈ ദിനം നമുക്ക് ഉറപ്പ് നൽകുന്നു. സത്യത്തിൽ സ്വർഗാരോപണം ഒരു പ്രത്യാശയുടെ ദിനമാണ്. ഒപ്പം സ്വർഗം എന്നത് സത്യമാണെന്ന് ഭൂമിയെ പഠിപ്പിക്കുന്ന വിശുദ്ധ ദിനമാണ്. ഈ ഭൂമിയിൽ അല്പകാലത്തെ ജീവിതത്തിന് ശേഷം നമുക്ക് നിത്യമായൊരു ജീവിതം ദൈവ തിരുസന്നിധിയിലുണ്ട് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന പാഠം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തുവെങ്കിൽ ആ കൃപയുടെ ദർശനം കാണുവാൻ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ശിഷ്യഗണം അനുഗ്രഹീതരായെങ്കിൽ നാമും അപ്രകാരം അനുഗ്രഹീതരാകും. നാമും സ്വർഗത്തിൽ അവിടുത്തെ തിരുസന്നിധിയിലെത്തും. അവിടുന്ന് വീണ്ടും വരുമെന്നും നമ്മെയും കൂട്ടിക്കൊണ്ടു പോകുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനം വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നാം കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഈ പുണ്യഭൂമിയിൽ ജീവിക്കണം. യേശുവിൻ്റെ സ്വർഗാരോഹണം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിനമാകട്ടെ. സ്വർഗത്തിൽ സകല മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ നിരന്തരം ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ നമ്മളും യോഗ്യരായി തീരട്ടെ. സ്വർഗമെന്ന മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തി ജീവിതയാത്ര തുടരാൻ നമുക്ക് ഈ ദിനം പ്രേരണ നൽകട്ടെ. ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ വീണ്ടും വരികയും ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും അവിടുന്ന് തീർച്ചയായും പാലിക്കുക തന്നെ ചെയ്യും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈ ദൈവം നമുക്ക് സ്വർഗീയ കിരീടമണിയിച്ച് നമ്മെയും നിത്യമഹത്വത്തിൻ്റെ വലിയ കൃപയിലേക്ക് ആനയിക്കുവാൻ ഈ വിശുദ്ധ ദിനം നമ്മൾ പ്രാർത്ഥിക്കണം. നാം സ്വർഗം ലക്ഷ്യമാക്കി ഉന്നതങ്ങളിലേക്ക് കണ്ണെന്നിട്ട് ജീവിക്കുവാൻ ഈ ദിനം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ തിന്മയിൽ പാപത്തിൽ അന്ധകാരത്തിൽ ജീവിച്ച് തീർത്തു കളയേണ്ടതല്ല ഈ ജീവിതമെന്ന് നമ്മെ ഓർപ്പെടുത്തുന്ന ദിനം കൂടിയാണിത്. നമുക്ക് കുറച്ചുകൂടി നന്മ നിറഞ്ഞ ജീവിതം നയിക്കാം. സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം. ആകയാൽ അനുതാപത്തോടും പാപങ്ങളേറ്റു പറഞ്ഞ് മനസ്തപിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ മക്കൾക്കുള്ള സ്നേഹത്തിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചുകൊണ്ട് നിത്യതയുടെ മഹത്വം